അറിയും ചെറ്റയായത് ഓർമ്മയുണ്ടോയെന്നറിയില്ല. നമ്മൾ തമ്മി ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ നല്ല രീതിയിൽ സൗഹൃദത്തിൽ മെസ്സേജ് അയക്കാറുള്ളവരല്ലേ. ഇക്ക പറഞ്ഞാലും രേണുസുതി ആ മെസ്സേജ് ഒന്നും മറക്കത്തില്ല. ഞാനും അയച്ചിട്ടുണ്ട് ഇക്കാക്ക്, ഇക്ക എനിക്ക് അയച്ചിട്ടുണ്ട്. നമ്മൾ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ, കാരണം ഇളയ കുഞ്ഞ് മൈനറാണ്. അപ്പം കുഞ്ഞിന് 18 വയസ്സാകാതെ അതേ അല്ലേ ആ അവകാശം തന്നെ അവന്റെ ഗാർഡിയൻ എന്ന നിലയ്ക്ക് എനിക്കും അവകാശമുണ്ട്. അപ്പൊ അതാണ് കോടതി ഈ മുതുക്കൻ്റെ സാധനത്തിനകത്ത് എങ്ങനെ കയറ്റി വെക്കാനാ മക്കളെ? അവൻ പോയി തീട്ടക്കേസൊക്കെ തീട്ടക്കേസൊക്കെ ഞങ്ങൾ അമ്മക്കിളി കൂട് പറഞ്ഞ് കട്ട് ചെയ്തു. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പം നിങ്ങൾ കുറച്ച് കേട്ട കാര്യങ്ങളൊക്കെ ഒന്ന് വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ പലരും പറയും രേണുസുതി വീഡിയോ കണ്ടന്റ് നമ്മുടെ സജന പറയുന്ന പോലെ കണ്ടന്റ് ഒന്നും അല്ല കേട്ടോ. ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെയാണ് വന്ന് പറയുന്നത്. കാര്യം ഇവർക്ക് പറയാനുള്ളത് ഇവർ പറയുന്നുണ്ട്. അപ്പം നമുക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ നമുക്കൂടെ ഒന്ന് പറയാമല്ലോ. അതുകൊണ്ടാണ് വീണ്ടും ഇങ്ങനൊരു വീഡിയോ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവരും കണ്ടതായിരിക്കും രേണുവിൻ്റെ വീട്ടിലേക്ക് അയച്ച ആ ഒരു വക്കീൽ നോട്ടീസിനെ പറ്റിയൊക്കെ എല്ലാവരും അറിഞ്ഞു. രേണു സ്ഥലത്തില്ലായിരുന്നു. അതുപോലെ കിച്ചുവിനും അയച്ചിട്ടുണ്ട്. കിച്ചു ഇതുവരെ കൈപ്പറ്റിയിട്ടില്ല എന്നാണ് പറയുന്നത്. മറ്റേ രേണു അത് കൈപ്പറ്റി വരുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പം അങ്ങ് തൊട്ട് നമുക്കങ്ങ് തുടങ്ങാം. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ വന്നത് നമ്മുടെ വിവാദപരമായ ബിഷപ്പ് അയച്ച നോട്ടീസ് വാങ്ങിക്കാനാണ്. ഓക്കെ, ഇപ്പോഴാണ് ഇന്ന് എത്രാം തീയതി ആയിട്ട് വെച്ച് ഇന്ന് 24 ചേട്ടാ, നല്ല ആളോടാ ചോദിച്ചത്. ഇന്ന് 23-ാം തീയതിയാണ് ഞാൻ ഈ നോട്ടീസ് മേടിക്കുന്നത്. പക്ഷെ ഇതിന് മുന്നേ തന്നെ ബിഷപ്പ് അയച്ച നോട്ടീസ് കുറേ എനിക്ക് നെഗറ്റീവ് പറയുന്ന കുറേ ബ്ലോഗർമാർക്ക് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഇത്രേ അടച്ച് തന്ന നോട്ടീസ് ഞാൻ പോലും തുറന്ന് വായിച്ചിട്ടില്ല. ഇത് കുറെ ബ്ലോഗർമാരെടുത്തിട്ട് അലക്കുന്നുണ്ട്. ഇത് ബിഷപ്പ് അയച്ചു കൊടുത്തതാണോ എന്ന് അറിയത്തില്ല, നേരത്തെ നമുക്കറിയില്ല. എന്തായാലും നോട്ടീസ് കൈപ്പറ്റിരിക്കുകയാണ് ഗൈസ്. ഇനി ആ നോട്ടീസിൽ എന്താണെന്നുള്ളത് നമുക്ക് വായിച്ചിട്ട് വേണമെങ്കിൽ പറയാം. ബ്ലോഗർമാർക്ക് തന്നെയാണ് കൊടുത്തത്. ബ്ലോഗർമാർക്ക് തന്നെ ബിഷപ്പ് കൊടുത്തായിരിക്കും. എന്നിട്ടാണ് എനിക്ക് അയച്ചു തന്നെന്ന് തോന്നുന്നത്. കാരണം ഈ സാധനം എനിക്ക് കിട്ടുന്നതിന് മുന്നേ സുധി ലയത്തിന് കിട്ടുന്നതിന് മുന്നേ തന്നെ കുറെ ബ്ലോഗർമാരിട്ട് അലക്കുന്ന കണ്ട്. എന്തായാലും എനിവേ ഞാനിത് കൈപ്പറ്റിയിരിക്കുകയാണ് ഗൈസ്. എന്റെ മാത്രമാണ് ഞാൻ കൈപ്പറ്റിയിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഞാനിത് വായിക്കട്ടെ. അപ്പം ബൈ. അപ്പം എനിക്ക് കിട്ടുന്നതിന് മുന്നേ ഏത് ബ്ലോഗർക്കാണോ ഇദ്ദേഹം കൊടുത്തത് എനിക്കറിയില്ല. ഒരു ബന്ധമില്ലെന്നാണ്. പക്ഷെ നമുക്ക് എന്തായാലും ഈ ബ്ലോഗർമാരുടെ കയ്യിലായിരുന്നു ഇതെല്ലാം കൊടുത്തേക്കുന്നത് നേരത്തെ. ഈ സാധനം എനിക്കിപ്പോൾ കിട്ടിയതല്ലോ, പൊട്ടിച്ചിട്ട് പോലും ഇല്ല ഗൈസ്. അപ്പം നിയമത്തിന്റെ വഴിക്ക് പൊക്കോട്ടെ. അപ്പൊ ബൈ. ഞാൻ ഹാപ്പിയാണ്. ഐ എം സോ ഹാപ്പി. എനിക്കൊരു പണിയും കിട്ടിയിട്ടില്ല, ഞാൻ പെട്ടിട്ടുമില്ല. ഓക്കെ. പട്ടിയുടെ വാല് 12 കാലം കൊള്ളിയിട്ടത് വളഞ്ഞിരിക്കുന്നത് പണ്ടുള്ള കാരണന്മാരൊക്കെ പറയാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരി. എത്ര വന്നാലും പുള്ളിക്കാരി പഠിക്കുകയല്ലേ. പുള്ളിക്കാരി ഇപ്പോൾ പറയുന്നുണ്ട്, എനിക്കൊരു വിഷയവും സംഭവിച്ചിട്ടില്ല, എനിക്കൊരു പ്രശ്നവും ഇല്ല, ഞാൻ ഇത് കൈപ്പറ്റി, ഇത് ബ്ലോഗർമാരുടെ കയ്യിൽ എങ്ങനെ എത്തി, ഇത് അയച്ചൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തി ഈ കവർ പൊട്ടിച്ചിട്ടില്ല. എന്നിട്ട് രേണു ആ കവർ പൊട്ടിക്കാത്തത്. ഈ കവർ പൊട്ടിക്കുന്നതിന് മുമ്പ് കവറിനകത്ത് ഇട്ടൊരു വ്യക്തിയുണ്ട്. ആ ഒരു നോട്ടീസ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ അത് ഓപ്പണായിട്ടിരിക്കുമായിരുന്നു. അങ്ങനെയാണ് അത് എല്ലാവർക്കും ഏതെങ്കിലും ഒരു ബ്ലോഗറിന് കൊടുത്താൽ മതി, അത് ബാക്കിയുള്ളവരിലേക്ക് എത്തും. ഓരോന്നും ബിഷപ്പിനെ പറഞ്ഞതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു ഇത് കൊടുത്തേക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും കിടന്ന് പറയുന്നുണ്ടല്ലോ, എനിക്കൊരു വിഷയമില്ല, എനിക്കൊരു പ്രശ്നങ്ങളില്ല. പക്ഷേ പ്രശ്നങ്ങളൊക്കെ കുറച്ചൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് പ്രശ്നങ്ങളൊന്നും ഒതുങ്ങിയേക്കുന്നത്. അല്ലാന്ന് പറയാൻ പറ്റത്തില്ല. കിച്ചുവിന് അയച്ചേക്കുന്നത് ഇപ്പോൾ കിച്ചു അതിലൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നാലും കിച്ചു ഇച്ചിരി കിടന്നങ്ങ് ഇളകുന്നുണ്ട്. പക്ഷേ രേണുവാണ് ഇപ്പോഴും കിടന്ന്. ഇപ്പോൾ ഇതൊക്കെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പ്രകസനം മാത്രമാണ്. ഈ ഒരു നോട്ടീസ് കിട്ടി, എനിക്കൊരു വിഷയമില്ല, എനിക്കൊരു പ്രശ്നമില്ല. ബിഷപ്പിൻ്റെ കാല് എന്ന് പിടിച്ചിട്ടായിരിക്കാം ചിലപ്പം ഈ ഒരു പ്രശ്നം പരിഹരിച്ചത്. അങ്ങനെ കാല് പിടിച്ച് പരിഹരിച്ചത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ബിഷപ്പ് ഇനി അനങ്ങാതിരിക്കുന്നത്. പക്ഷെ അതൊന്നും പറയല്ല. സജിന് അത് വീഡിയോയിലൂടെ വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നതാണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. പക്ഷേങ്കിൽ ഇപ്പോഴും ഈ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല, ഒട്ടും കുറവില്ല. ഞാൻ നോക്കട്ടെ, ബാക്കി നിയമത്തിൻ്റെ വഴിക്ക് പോകട്ടെ. നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോയി. കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്ന് ക്ഷമ പറയാനാണ് ഒന്ന് പറഞ്ഞേക്കുന്നത് മോശമായിട്ടുള്ള വീഡിയോസ് ഇനി ചെയ്യരുതെന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. ഇനി രേണു നിർത്തിപ്പോയാലും രേണുവിന് മര്യാദയ്ക്ക് മുന്നോട്ട് പോകാം. പക്ഷേ ക്യാമറ കാണുമ്പോഴത്തേക്ക് രേണു എന്നെ സായിപ്പ് കവാത്ത് മറന്നുമാരി ആയിപ്പോകും. കാര്യം പിന്നെ എന്നാ പറയേണ്ടതെന്ന് എടുക്കണമെന്ന് തോന്നത്തില്ല. ക്യാമറ കണ്ടു കഴിയുമ്പോൾ പുള്ളി അങ്ങ് ആദം ഭൂതം എല്ലാം അങ്ങ് ഇളകി വായി വരുന്നതെല്ലാം അങ്ങ് വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നതുകൊണ്ടാണ് ഇപ്പം ഈ ഒരു പണി കിട്ടിയിരിക്കുന്നത്. എന്നിട്ടും പഠിച്ചിട്ടില്ലെങ്കിൽ ഇനി ബാക്കി പഠിക്കുക. അഹങ്കാരം നെറുകും തല കയറി നിൽക്കുകയാണ്. അഹങ്കാരം നെറുകും തല. മനുഷ്യന് അഹങ്കാരം വേണം. കുറച്ചൊക്കെ ആയിക്കോട്ടെ, അവർ എന്നെ ഇഷ്ടപ്പെടുന്നതാണ്, അഹങ്കരിച്ചോട്ടെ. പക്ഷെ അത് പരിധി വിട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ
താഴോട്ടൊരു തെന്നി വീഴ്ച വീഴും. ആ വീഴ്ചയുടെ ആഴവും അത്രയ്ക്ക് കൂടുതലായിരിക്കും. ആ വീഴ്ചയുടെ അനുസരിച്ചുള്ളൊരു വീഴ്ചയായിരിക്കും വീഴുന്നത്. ഇത് നമുക്ക് വേറൊരു കാര്യം കൂടെ കേൾക്കാം. ഇതിപ്പം ഇവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ഇപ്പം ഇതിൻ്റെ പറയുന്നു, വ്ളോഗേഴ്സിൻ്റെ കയ്യിൽ ഏതെങ്കിലും ഒരു വ്ളോഗറിൻ്റെ കൈ കിട്ടിയാൽ മതിയല്ലോ ഈ ഒരു നോട്ടീസ്. അതെല്ലാവരുടെയും കൈ കിട്ടും, എല്ലാവരും അതിൽ നിന്ന് എടുത്ത് വെച്ചങ്ങ് അലക്കും, അത്രയേ ഉള്ളൂ. ഇത് ഫിറോസിനെ പറ്റി ഒരു കാര്യം പറയുന്നുണ്ട്. ഫിറോസിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഇവർ നേരത്തെ ബിഷപ്പിനെ പറ്റി ഇങ്ങനൊരു കാര്യം പറയുന്നത്, ബിഷപ്പ് രേണുവിന് അത് സജിനയും പറഞ്ഞായിരുന്നു. അതൊക്കെയാണ് ഈ പ്രശ്നമായത്. ഇത്രയും സജിനയും പറഞ്ഞായിരുന്നു, രേണുവും പറഞ്ഞു ബിഷപ്പിൻ്റെ ഒരു വോയിസ് എൻ്റെ കയ്യിലുണ്ട്. നമ്മളത് പുറത്തുനിന്ന് കേൾക്കുന്ന ഒരാൾ പെട്ടെന്ന് വിചാരിക്കുന്നത് ഒരു വോയിസ് കയ്യിലുണ്ടെന്ന് പറയുമ്പം അതൊരു നെഗറ്റീവായിട്ട് നമ്മൾ ആരാണെങ്കിലും ചിന്തിക്കുകയുള്ളൂ, ഏതൊരു മനുഷ്യൻ. പിന്നെ അദ്ദേഹത്തിന് ഭാര്യയുണ്ടെന്ന് പറഞ്ഞു, മക്കളുണ്ടെന്ന് പറഞ്ഞു, എന്നാലും വൃത്തിയുള്ള അദ്ദേഹത്തെ പറ്റി പറഞ്ഞു, ഒരുപാട് പറഞ്ഞു. എന്നിട്ട് അന്ന് എല്ലാവരും ചോദിച്ചു ആ വോയിസ് എന്നതാ, വോയിസ് പുറത്ത് വിടുക, വോയിസ് പുറത്ത് വിടുക. ലാസ്റ്റ് വോയിസ് പുറത്ത് വന്നപ്പോൾ സംഭവം എന്നാ, ഞാനൊരു വ്ളോഗർമാരോടും മോളെ നിന്നെപ്പറ്റി കുറ്റം പറയാൻ പോയിട്ടില്ല, ഞാൻ ഒരുത്തരോടും ഒന്നും പറയാൻ പോയിട്ടില്ല, ഞാൻ എൻ്റെ പാട് നോക്കി ഇരിക്കുവാണ് ഇവിടെ. എന്നോട് ഓരോരുത്തരും വന്ന് ചോദിക്കുന്നുണ്ട് രേണുസുധിയെപ്പറ്റി ഒന്ന് വീഡിയോ ചെയ്യാമോ, ഒന്ന് അവരെ പറ്റിയുള്ള നെഗറ്റീവ് പറയാം, എന്നിട്ട് ഞാനൊന്ന് എന്നാണ് പറഞ്ഞത്. പക്ഷേ രേണു അത് പറയുന്ന ആദ്യം കേട്ടാൽ തോന്നും എന്നതോ ബിഷപ്പിനിട്ട് പണി കൊടുക്കാനുള്ള വലിയ എന്തോ സംഭവം, ഇതായിരുന്നു അവർ വലിയ ഇതായിട്ട് എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഫിറോസിനിട്ട് ഉള്ളൊരു ഒരു ഏറ് കൊടുത്തേക്കുന്നത്. പക്ഷേ അതിൽ രേണു നാറിയാലും വേണ്ടിയില്ല, അവൻ ശരിക്കും നാറിക്കോട്ടെ എന്നുള്ള മൈൻഡിലാണ് ഈ ഒരു ഡയലോഗൊക്കെ പറഞ്ഞേക്കുന്നത്. പിന്നെ നമുക്ക് അതും കൂടെ ഒന്ന് കേൾക്കാം. അതെ, KHDC ഫിറോസിക്ക, ഞാൻ നിങ്ങളെ ഫിറോസിക്ക എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഫിറോസ് എന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. താങ്കളുടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടല്ലോ, എൻ്റെ അപ്പനെ എന്നെ നാറി ചെറ്റയെന്നൊക്കെ വിളിക്കാൻ നാണമുണ്ടോ തനിക്ക് എപ്പോഴാണ് ഞാൻ നാറിയും ചെറ്റയായത്? ഓർമ്മയുണ്ടോയെന്നറിയില്ല. നമ്മൾ തമ്മിൽ ഈ പ്രശ്നം ഉണ്ടാകുന്നതിന് മുന്നേ നല്ല രീതിയിൽ സൗഹൃദത്തിൽ മെസ്സേജ് അയക്കാറുള്ളവരല്ലേ. ഇക്ക മറന്നാലും രേണുസുധി ആ മെസ്സേജ് ഒന്നും മറക്കത്തില്ല. ഞാനും അയച്ചിട്ടുണ്ട് ഇക്കാക്ക്, ഇക്കായ എനിക്ക് അയച്ചിട്ടുണ്ട്. നമ്മൾ തമ്മിൽ നല്ല സൗഹൃദത്തിലായിരുന്നു. ഇപ്പോഴല്ലേ എനിക്ക് എന്നെ നാറി ചെറ്റയാക്കി, എൻ്റെ തന്തയും ഞാനും നാറിയും ചെറ്റയായത്. നാണമുണ്ടോ തനിക്ക്? ഇനി മേലെ എന്നെ നാറി ചെറ്റയെന്ന് വിളിച്ചുകൊണ്ട് വന്നേക്കരുത്. ഞാൻ തന്നെ വിളിക്കാത്തത്, ഞാൻ ഇക്കാന്ന് മാത്രമേ ഇന്നും വിളിക്കുന്നുള്ളൂ. വിളിക്കാത്തത് എൻ്റെ സംസ്കാരം, മനസ്സിലായോ? അപ്പൊ ഞാനൊന്നും മറക്കത്തില്ല, ഇക്കായും മറക്കാതിരുന്ന ഇക്കാക്ക് കൊള്ളാം. ഓക്കെ, ഇതിൽ നിന്നും കേൾക്കുന്ന ഒരാൾക്ക് പെട്ടെന്ന് തോന്നുന്നതാണ് ഇക്ക ഇതൊന്നും മറക്കാതിരുന്ന ഇക്കായ്ക്കും കൊള്ളാം. മെസ്സേജുകൾ എൻ്റെ കയ്യിലുണ്ട്. നമ്മൾ ഒരാളെ ഭീഷണിപ്പെടുത്തണമെങ്കിൽ അതുപോലുള്ള എന്നേലും ഒരു കമൻറ്റ് മെസ്സേജ് ആയിരിക്കണം അത്, അല്ലേ? ഇതിപ്പോൾ നോക്കുമ്പോൾ ഒന്നും കാണത്തില്ലായിരിക്കും, ഇവർ തമ്മിൽ വെറും ഒരു സൗഹൃദത്തിൻ്റെ പുറത്തയച്ച മെസ്സേജ് ആയിരിക്കും ഉള്ളത്. പക്ഷേങ്കിൽ രേണു പറഞ്ഞ് വെക്കുന്ന കണ്ടാൽ ഒരു കുടുംബം തകർന്നാലും വേണ്ടില്ല ഇവനെയൊക്കെ നശിപ്പിക്കണം എന്നുള്ള രീതിക്കുള്ള കമൻറ്റും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ പബ്ലിക്കിലേക്ക് വന്നാണ്. പലരും ചോദിക്കുന്നുണ്ട് ഈ കൊച്ചിനെ എന്തിനാ എല്ലാവരും ചീത്ത വിളിക്കുന്നത്, ഈ കൊച്ചിനെ എന്തിനാ എല്ലാവരും അങ്ങനെ പറയുന്നത്, ഈ കൊച്ചെന്നതാ കാണിക്കുന്നത്? കൊച്ചിങ്ങനെ വന്ന് പറയുമ്പോഴത്തേക്ക് മറ്റുള്ളവർ അതെടുത്ത് വെച്ച് അലക്കുന്നു, അത്രയേ ഉള്ളൂ. കൊച്ചാദ്യം കൊച്ചിൻ്റെ വായിൽ നാക്കൊന്ന് ഇച്ചിരി ഒന്ന് കെട്ടിട്ടൊന്ന് പതിയെ വെക്കുവാണെങ്കിൽ, ആവശ്യത്തിന് മാത്രം സംസാരിക്കുവാണെങ്കിൽ ഇതുപോലെ കൊച്ചു തെറിവിളി കേൾക്കേണ്ടി വരത്തില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞു പൂവും ആയും എല്ലാം കൂട്ടി വിളിക്കുന്നത്, എങ്ങനെ വിളിക്കാതിരിക്കും മനുഷ്യർ? ഇങ്ങനെയൊക്കെ വന്ന് കിടന്ന് ഓരോരുത്തരെ കിടന്ന് പറയുമ്പോൾ ഇത് കുറച്ച് കഴിയും സത്യങ്ങൾ പുറത്തോട്ട് വരും. ഇതൊന്നും അല്ലായിരുന്നെന്നും പറഞ്ഞുകൊണ്ട് അന്നേരമാണ് ആൾക്കാർ ആയും പൂവും കായും ഒക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ പ്രാവശ്യം ഓരോന്ന് പറയുമ്പോഴും എന്നതാ പറയുന്നത്, ഞാൻ പറയില്ല, ക്യാമറ കണ്ട് കഴിയുമ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് ഒരു വെളിവില്ല. വായി വരുന്നത് കോതയ്ക്ക് പാട്ടെന്ന് പറഞ്ഞാൽ പാടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെതിരായിട്ട് ഫിറോസ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് വെച്ചിട്ട് അമ്പലത്തിലെ അശോകൻ്റെ ഒക്കെ കൂട്ടുള്ള ഒരു ഫോട്ടോ ഒക്കെ ഇട്ട്, അശോകൻ്റെയാണ് ഫോട്ടോ ഇട്ടേക്കുന്നത്. അങ്ങനെ ഇട്ടൊക്കെ അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റുകളൊക്കെ കാണണം. ഫിറോസിനെ ബാബുസ്വാമി എന്ന് വരെ ഓരോരുത്തർ വിളിച്ചിട്ടുണ്ട്. ഫിറോസിനോട് ചോദിക്കുന്നുണ്ട് ഇവർ പറയുന്ന വല്ല സത്യമുണ്ടോ, കൊച്ചു കള്ള എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അതൊരു നെഗറ്റീവായിട്ടാണ് എടുത്തേക്കുന്നത്. ആ നെഗറ്റീവായിട്ട് എടുത്തേക്കുന്നത് ഒക്കെ അദ്ദേഹത്തിനൊരു കുടുംബം ഉണ്ടെന്നോ അല്ലെങ്കിൽ കുട്ടികളുണ്ടെന്നോ അതൊന്നും രേണുവിന് മേലും കീഴും നോക്കാനൊന്നുമില്ല, ആരെയും പേടിയില്ല. ഇനിയിപ്പോൾ എന്തെല്ലാം അവിഹിതവും കാര്യങ്ങളും പറഞ്ഞു വന്നാലും രേണുവിനൊന്നും വിഷയമല്ല. പക്ഷേ അതുപോലെ ആയിരിക്കത്തില്ല എല്ലാവരുടെയും കുടുംബം. കൊച്ചു കള്ളാന്നും ഒക്കെ വിളിച്ച് ബാബുസ്വാമി എന്നൊക്കെ വിളിച്ച് ഒത്തിരി ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു പുള്ളിക്കാരി ഒന്നിച്ച് ചോദിച്ചിട്ടുണ്ട് ഇത് എന്നതാണ് കറക്റ്റ് സംഭവം എന്ന് ചോദിക്കുന്നുണ്ട് പുള്ളിയോട്. ഇത് എന്നതാണ് പ്രശ്നം, എന്താണ് കറക്റ്റ് പ്രോബ്ലം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഫിറോസ് പറയുന്നുണ്ട് ഞാനൊരു വീട് വെച്ച് കൊടുത്തതാണ് പ്രശ്നമെന്ന്, അത് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വീട് കൊടുത്ത് കുടുങ്ങി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീട് കൊടുത്ത് കുടുങ്ങി. നേരം രേണു പറയുന്നത് കേട്ടാൽ വേറെ എന്തോ ഉള്ള പോലെ. അപ്പോൾ കണ്ടോ, അത് എനിക്ക് മാത്രമല്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. രേണു പറയുന്നത് കേൾക്കുമ്പോൾ അതിൽ വേറെ എന്നതോ ഉള്ളതുപോലെ തോന്നും. ഇതൊക്കെയാണ് പുള്ളിക്കാരി കാണിച്ചു കൂട്ടുന്നത്. പുള്ളിക്കാരി ആരാധിക്കുന്നതും കണ്ണടച്ചിരിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. നിങ്ങളൊക്കെ കണ്ണ് തുറന്ന് ഇവരോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഈ മാതിരി നാറിയ പരിപാടി കാണിക്കാതെ നല്ല രീതിക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പറയേണ്ടത്. അല്ലാതെ രേണു ചെയ്യുന്ന എല്ലാം നല്ലത്, ആ കുഞ്ഞൊന്ന് ജീവിച്ചു പൊക്കോട്ടെ, ഒരു വിധവയാണ്, ഈ ലോകത്ത് ആദ്യമായിട്ടല്ല ഒരു വിധവ ഉണ്ടാകുന്നത്, ആദ്യമായിട്ടല്ല ഒരു വിധവ കഷ്ടപ്പെടുന്നത്, ആദ്യമായിട്ടല്ല ഒരു വിധവ വീടില്ലാതെ കിടന്ന് അനുഭവിക്കുന്നത്. ഇതൊക്കെ എല്ലാ വിധവകളും അനുഭവിക്കുന്നുണ്ട്.
പക്ഷെങ്കിൽ ഈ പുള്ളിക്കാരി വിധവയാണെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരിക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. സുധി പോയതിന് ശേഷം നല്ല കാലമാണ് ഉണ്ടായിരിക്കുന്നത്. ഐശ്വര്യം വെച്ചടി ഉയർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും കീഴോട്ട് പോയിട്ടില്ല. ശരിക്കും വിധവകളൊക്കെ കഷ്ടപ്പെടുന്നത് നിങ്ങൾ കാണുമെന്നുണ്ടെങ്കിൽ സമൂഹത്തിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകും വിധവകൾ അനുഭവിക്കുന്ന മറ്റുള്ളവരെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ, അവർക്കൊന്നും ജീവിച്ച് പോകാൻ പറ്റുന്ന പ്രശ്നങ്ങൾ, കഷ്ടപ്പാടുകൾ, കുഞ്ഞുങ്ങളെ വളർത്താൻ ഓരോരുത്തരും ആവശ്യമില്ലാതെ അവരെപ്പറ്റി വേണ്ടാതിനങ്ങൾ പറയുന്നത്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ശരിക്കുമുള്ള വിധവകളുണ്ട്. ഇതിനെയൊന്നും വിധവകളുടെ കൂട്ടത്തിലൊന്നും പെടുത്താൻ പറ്റത്തില്ല. അതൊക്കെ മേലെ കല്യാണം കഴിച്ചവരുടെ കൂട്ടത്തിൽ പോലും പെടുത്താൻ പറ്റത്തില്ല. കാര്യം അതിലൊക്കെ വലിയ ആൾക്കാരാണ് ഇവരൊക്കെ. പിന്നെ ആ വീടിനെ പറ്റി വേറൊരു സംബന്ധം, സജിനയും രേണുവും പിന്നെ വേറെ പുള്ളിക്കാരി, എനിക്ക് വേറെ അറിയത്തില്ല, പുള്ളിക്കാരിയും കൂടി ഇരുന്നൊരു ലൈവ് പോയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇവരെല്ലാം കൂടെ രേണുവിൻ്റെ വീട്ടിൽ ചെന്ന് അവിടെ ബിഷപ്പിനെ കാണാൻ പോയതാണെന്നാണ് പൊതുവേ ഉള്ളൊരു പറച്ചിൽ. സജിന അതിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഈ ഒരു വക്കീൽ നോട്ടീസ് വന്നതിന് ക്ഷമ പറയാൻ പോയി, ബിഷപ്പിനെ കണ്ട് ക്ഷമ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഒത്തുതീർപ്പാക്കി എന്നാണ് പുറമേ ഉള്ളൊരു സംസാരം. പക്ഷെങ്കിൽ രേണു അതിനെപ്പറ്റി ഒന്നും വിട്ടു പറഞ്ഞിട്ടില്ല. പക്ഷെ സജിനയുടെ വായിന്ന് വന്ന വർത്താനത്തിൽ നമുക്ക് ഏകദേശം കാര്യങ്ങൾ ക്ലിയർ ആകുന്നുണ്ട്. അപ്പം രേണുവും വന്ന് ഇരുന്ന് രേണുവിനോട് ചോദിക്കുന്നുണ്ട്, വീടിനെ പറ്റി ചോദിക്കുന്നുണ്ട്. എത്ര അഹങ്കാരത്തോടു കൂടിയാണ് പറയുന്നത്. ഇവർക്ക് അഹങ്കാരത്തിനൊരു ശകലം കുറവില്ലാത്തൊരു. സജിന ചേച്ചി സുഖമാണ്. ആ വീട് വിട്ടു കൊടുത്തേക്ക് ചേച്ചി, നാണം കെട്ട് എന്തിനാ അത്? കൂടെയുള്ള ആ ചേച്ചിയുടെ പേര് അറിയില്ല. ഇത് ശ്രീതു, എൻ്റെ പേര് ശ്രീതു എന്നാണ്. വീട് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ, കാരണം ഇളയ കുഞ്ഞ് മൈനറാണ്. അപ്പം കുഞ്ഞിന് 18 വയസ്സാകാതെ അവന്റെ അല്ലേ ആ അവകാശം തന്നെ അവന്റെ ഗാർഡിയൻ എന്ന നിലയ്ക്ക് എനിക്കും അവകാശമുണ്ട്. അപ്പൊ അതാണ് കോടതിയിൽ, അതാണ് നിയമമല്ലോ, അതാണ്. അപ്പം പിന്നെ അത് ഇങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ്. ഇനി 18 വയസ്സായി കഴിഞ്ഞ് മോൻ പറയാം അമ്മ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് ഇറങ്ങിപ്പോകാം. അതുവരെ എന്തായാലും കുഞ്ഞിന്റെ അധികാരം എനിക്കുമുണ്ട്. അത് നിയമം അങ്ങനെയാണ്. നിങ്ങൾ എവിടെ വേണേലും ഏത് കോടതിയിലോ ഏത് വക്കീലിനെ കൊണ്ട് നിങ്ങൾ അന്വേഷിച്ച് നോക്കിക്കോ. ഈ 18 വയസ്സാകപ്പെട്ടവർക്കും അല്ലാത്തുള്ളവർക്കും ഒരു വിഷയമില്ല. ഇത് ബാധിക്കപ്പെട്ടവർക്കും അല്ലാത്തവർക്കും ഒന്നും വിഷയമില്ലാത്തതുകൊണ്ട് അവരുടെ അടുത്ത് പോയി ക്ഷമ പറഞ്ഞേണ്ട വിഷയമില്ലായിരിക്കുന്നത്. ഇപ്പോൾ രേണുവിൻ്റെ വർത്തമാനം കേട്ടാൽ തോന്നും പൂർവിക സ്വത്ത് കുഞ്ഞുങ്ങൾക്ക് എഴുതി കൊടുത്താണ്. അപ്പോൾ ആ പൂർവിക സ്വത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ ഇറക്കി വിടാൻ ആരെക്കൊണ്ടും പറഞ്ഞാൽ ഇത്രയും ഉളുപ്പില്ലായിരുന്നു സംസാരിക്കാൻ എങ്ങനെയാണ് പറ്റുന്നതെന്ന് ഓർക്കുന്നത്. ഒരു മനുഷ്യൻ ഇഷ്ടദാനം കൊടുത്ത സ്ഥലം, അതിനകത്ത് ആരുടെയൊക്കെയോ ഔദാര്യം കൊണ്ട് വെച്ചൊരു പേര, അതിനകത്ത് ചവിട്ടി പോലും ആരുടെയൊക്കെയോ ഔദാര്യം കൊണ്ട് കിട്ടിയതാണ്. ആ സാധനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് അങ്ങനൊന്നും നിയമമില്ല, കാര്യങ്ങളില്ല, അതാണല്ലോ എന്നൊക്കെ പറയുന്ന കേട്ടാൽ തോന്നും പുള്ളി LLB പാസ്സായിച്ചെങ്കിൽ വന്നാന്ന് തോന്നും. നിയമപരമായിട്ട് ബിഷപ്പ് പോയാൽ അത് തിരിച്ചെടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് പറയുന്നത്. കാര്യം ഇത്ര വർഷത്തിനുള്ളിൽ തിരിച്ചെടുക്കാൻ പറ്റും. സജീവൻ്റെ ഷെബീന ബീവിയുടെ ബ്ലോഗിനകത്ത് അവർ ക്ലിയറായിട്ട് ഡീറ്റെയിൽ ആയിട്ടെല്ലാം പറയുന്നുണ്ട്. അതിനകത്ത് ഇപ്പോൾ രേണുവിൻ്റെ പറച്ചിൽ കേട്ടാൽ തോന്നി ഇതൊന്നും വിഷയമല്ല. ഇപ്പോൾ ഈ ബിഷപ്പിനെ പോയി കണ്ടതോ കാര്യങ്ങൾ ഒരു ഇച്ചിരിയെങ്കിലും അഹങ്കാരത്തിന് കുറവോടുകൂടിയാണ് സംസാരിക്കുന്നത്. എന്നതൊക്കെയോ നേടി എവിടേക്കോ എത്തി എന്നുള്ളൊരു ഭാവമാണ് അതവരൊന്നും കാണിക്കട്ടെ. പിന്നെ ഇവർ ഈ ലൈവ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു തീട്ട ലൈവ് തന്നെയായിരുന്നു. മൊത്തം തീട്ടക്കഥകളായിരുന്നു അതിനകത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത്രയും രേണുയോ പാവം കുഞ്ഞ് അതിൻ്റെ വായിന്ന് മുത്ത തേന പൊഴിയുന്നെന്ന് പറയുന്നവർ ഇതിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്. അതൊന്നും ഞാൻ എൻ്റെ ചാനലിനകത്ത് ഇടുന്നില്ല. കാര്യം വെച്ചാൽ അത്രയ്ക്ക് തീട്ട കഥകളാണ്. വാ തുറന്നേച്ച് പറയുന്ന മൊത്തം. ഇപ്പോൾ എല്ലാവർക്കും ലൈവ് ചെയ്യുമ്പോൾ ഞങ്ങളൊക്കെ ലൈവ് ചെയ്യുന്ന സമയത്ത് ചില നെഗറ്റീവ് കമൻറ്റുകൾ വരാറുണ്ട്, ചില മോശം കമൻറ്റുകൾ വരാറുണ്ട്. അതിനായിട്ടിരിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അവർക്ക് ഈ ചാനലുമായിട്ട് യാതൊരു ബന്ധമൊന്നും വേണമെന്നില്ല, ഈ കാണുന്ന വ്യക്തിയെ പരിചയം വേണമെന്നില്ല. അവർക്കൊരു രസമാണ് ഈ നെഗറ്റീവ് കമൻറ്റ് ഇടുക എന്നുള്ളത്. ഒന്നെങ്കിൽ നമ്മളത് ബ്ലോക്ക് ചെയ്ത് നമുക്കത് പിന്നെ വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും, ഇല്ലെങ്കിൽ നമ്മളത് വായിക്കത്തില്ല. അടുത്ത കമൻറ്റ് നമുക്ക് ഇഷ്ടമുള്ള കമൻറ്റുകൾ മാത്രം വായിച്ച് നമ്മൾ പോകും. ഇവർക്ക് ഇഷ്ടം പോലെ നല്ല കമൻറ്റുകളാണ് ആ വീഡിയോ വന്നേക്കുന്നത്, ലൈവിൽ വന്നേക്കുന്നത്. എന്നിട്ടും അവർ അത് വായിക്കുന്നൊപ്പം തന്നെ ഈ പന്ന കമൻറ്റും കൂടി ഇരുന്ന് വായിച്ചേക്കുന്നത്. ഏതോ ഒരുത്തം വന്നേച്ച് പറഞ്ഞു അവൻ്റെ കക്കൂസിന് രേഷ്മ തങ്കച്ചൻ എന്ന പേരിട്ടേക്കുന്നതെന്ന്. അതിന് കുറേ വർത്തമാനങ്ങൾ രേണു പറയുന്നുണ്ട്. വായിന്ന് തീട്ട വർത്തമാനം തന്നെയാണ് വരുന്നുണ്ട്. നമുക്ക് കേൾക്കുന്നവർക്ക് ഓക്കാനും കൂടെ വരും. അത്രയ്ക്ക് ഒരു പന്ന വർത്തമാനം, അവരുടെ സ്റ്റാൻഡേർഡ് ഫുൾ അവരതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗങ്ങളെയും കാണിക്കാറ് ഇതിനകത്ത് അത്രയും ഇല്ല. ഇതിനകത്ത് അത്രയും ഇല്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത് കേൾക്കും, നിങ്ങൾക്ക് മനസ്സിലാക്കും ഇതിൻ്റെ ബാക്കി എത്രയുണ്ടായിരുന്നുള്ളത്. സജനയുടെ ലൈവിൽ തന്നെ ഇപ്പോഴും കിടപ്പുണ്ട് കാര്യങ്ങളൊക്കെ. വളരെ മോശമായിട്ട് ഇത്രയും പന്ന വർത്തമാനങ്ങൾ മനുഷ്യരുടെ വായിന്ന് വരുമോ? അത്രയ്ക്ക് മോശമായിട്ടാണ് രേണു സംസാരിച്ചത്. രേണുവിൻ്റെ സ്റ്റാൻഡേർഡ് എന്നാണ്, രേണുവിൻ്റെ ആ ഒരു കൾച്ചറും കാര്യങ്ങളും എല്ലാം ഈ ഒരു വായിന്ന് എന്ന വർത്തമാനത്തിൽ നമുക്ക് മനസ്സിലാവും. ഇതിന് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേര് വരും. ആ കുഞ്ഞ് എന്നാ പറഞ്ഞു, അതൊന്നും പറഞ്ഞില്ലല്ലോ, അത് തേനല്ലേ മുത്തല്ലേ എന്നല്ല. ഈ തീട്ട വർത്താനം ഇഷ്ടമുള്ളവർക്കൊക്കെ അത് ഇഷ്ടപ്പെടും. ഇത് ലൈഫ് വോയിസ് ആകുമ്പോൾ പുകല ചേട്ടോ അല്ല ശരിക്കും ഈ കൊച്ചു പിള്ളേർക്കൊക്കെ
അതെ സത്യമായിട്ട് ഇതൊക്കെ ഇതൊന്നും ഈ മുതുക്കന്റെ സാധനത്തിനകത്തൊക്കെ എങ്ങനെ കയറ്റി വെക്കാനാ മക്കളെ? അവൻ പോയി തീട്ടക്കേസൊക്കെ പോയി. തീട്ടക്കേസൊക്കെ ഞങ്ങൾ അമ്മക്കിളി കൂട് പറഞ്ഞ് കട്ട് ചെയ്തു. അതിന് ആരോ ഒരാൾ കമന്റ് ഇട്ടത് ആദ്യം പറഞ്ഞവന് ഉള്ള റിപ്ലൈ ആണ് ലൈബോയ് സോപ്പും പുകലഞ്ഞിട്ടും തന്നെ. അത് ബാക്കി വിശദീകരിച്ചങ്ങ് തന്നേക്കുന്ന രീതി കണ്ടോ? ഇതാണ് ഇത്രയ്ക്കേ ഉള്ളൂ ഇവരുടെ കൾച്ചർ എന്ന് പറയുന്നത്, ഇത്രയ്ക്കേ ഉള്ളൂ ഇവരുടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവരെ എല്ലാവരും വാരിയെടുത്തിട്ട് കൊടുക്കുന്നത്. ഇവർ ഈ ലൈവിനകത്ത് പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇതുപോലൊക്കെ തന്നെയാണ്. ഇതിൻ്റെ തന്നെയായിട്ട് കുറേ സംഭാഷണം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് രേണു പോയി. രേണുവിൻ്റെ കാര്യത്തിന് പോയി. രേണുവിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സജിന വന്നിട്ടുണ്ട്. സജിന വന്നേച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. സജിന പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, സജിനയ്ക്ക് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുറ്റബോധമുള്ള പോലെ തോന്നിയിട്ടുണ്ട്. സജിനയ്ക്ക് അത് ക്ഷമ പറയണമെന്നും അത് തെറ്റാണെന്നുള്ള പറയാനായിട്ടുള്ളൊരു മടി സജിന കാണിച്ചിട്ടില്ല. സജിന എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമാണ്, സജിനയ്ക്ക് തെറ്റ് പറ്റിയ സജിന തെറ്റ് പറ്റിയെന്ന് പറഞ്ഞ് തന്നെ വന്ന് സജിനയുടെ ചാനലിലൂടെ തന്നെ വന്ന് സജിന അത് ക്ലിയർ ചെയ്തേച്ചേ പോകത്തുള്ളൂ. ഇവിടെയും അതുപോലെ തന്നെയാണ്. രേണു എണീറ്റ് പോയതിന് ശേഷമാണ് സജിന ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് എന്നാണെന്നറിയോ, സജിനയുടെ ആ ഒരു നെഗറ്റീവ് അങ്ങ് മാറിക്കിട്ടും. രേണു ഇപ്പോഴും ആ നെഗറ്റീവ് തന്നെ കിടക്കുവാണ്. രേണുവിനെ ഒരിക്കലും തിരുത്താൻ സജിന ശ്രമിച്ചിട്ടുമില്ല. അപ്പം സജിന പറയുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മനസ്സിലാകും ഇവരിവിടെ എന്തിനാണ് രേണുവിൻ്റെ വീട്ടിൽ വന്ന എന്നതിനകത്തും ഉള്ളത്. ഏകദേശം ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് സജിനയുടെ ചാനലിലൂടെ ഇടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ കാര്യങ്ങൾ എന്നാന്നുള്ളത് കുറച്ചേലും നമുക്ക് ഇച്ചിരിയേലും തലയ്ക്കകത്ത് ഒരു 5 പൈസയുടെയെങ്കിലും ബോധമുള്ളവർക്ക് മനസ്സിലാകും. പിന്നെ നമ്മുടെ ഭാഗത്തുനിന്ന് ചെറിയ വിട്ടുവീഴ്ചകൾ തെറ്റുകളും വന്നിട്ടുണ്ട്. അതൊക്കെ തിരുത്തണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. മാനസാന്തരപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ അറിവില്ലാതെ ചെയ്തതാണ് പറഞ്ഞതാണ് എന്ന് തന്നെ ഞാൻ പറയും. അന്നേരത്തെ ആ ഒരു ഇതിൽ നമുക്ക് അങ്ങനെ എന്തോ സംസാരിക്കേണ്ടി വന്നു. തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് അത് തിരുത്തുന്നത് നാണക്കേടോ അഭിമാനക്കേടോ പേടിച്ചിട്ടോ ഒന്നുമല്ല. അത് മനസ്സിലാക്കണം. നമ്മൾ തിരുത്താൻ തയ്യാറാണ്. അത് നമ്മൾ ഇന്ന് അതിന്റെ ഒരു ചെറിയൊരു മുന്നോടിയായിട്ട് മനസ്സിലൊരു സന്തോഷമുണ്ട്. ഇപ്പം ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ വീഡിയോ ഇടുന്നുണ്ട്, വിശദമായിട്ടുള്ള വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും നമ്മൾ നന്മ കൊടുത്താൽ നന്മ തന്നെ നമുക്ക് കിട്ടും. നമ്മളൊരു തിന്മ ചെയ്തു പോയി അത് ചെയ്യേണ്ടിയിരുന്നില്ല, തെറ്റായിരുന്നു എന്ന് ബോധ്യമാകുമ്പോൾ നമ്മൾ തിരുത്തുന്നതിലാണ് ഏറ്റവും വലിയ നന്മയുള്ളത് എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. സത്യത്തിൽ നല്ല മനസ്സിന് നല്ല സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ വന്നതിൽ. കുറച്ചും കൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്ര ഒരു അതൊക്കെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട്. ദാസ എന്ന് പറയുന്നത് വിട്ട് എല്ലാത്തിനും ഒരു സമയമുണ്ട്. അത് തന്നെ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ദാസ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആ കൂട്ടുകാരിക്കും അതിൻ്റെതായ സമയം ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അതിൻ്റെതായ സമയം വരാൻ വേണ്ടി നോക്കിയിരിക്കുമായിരിക്കും. ഒരു മനുഷ്യനെ നെഗറ്റീവ് പറയുകയും എല്ലാവരെയും ഇവർ വന്നിരുന്നെങ്കിൽ ചീത്തകളെ ഇവരെ പറയുന്നതിനൊന്നും ഒരു വിഷയമില്ല. വ്ളോഗർമാർ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നെഗറ്റീവ് ആകുന്നത്. എന്നെപ്പറ്റി നെഗറ്റീവ് പറയുന്ന വ്ളോഗർമാർ, ഈ വ്ളോഗർമാർ ചുമ്മാ വന്ന് നെഗറ്റീവ് പറയല്ലല്ലോ, നിങ്ങൾ പറയുന്ന വാക്കുകൾ എടുത്തിട്ടല്ലേ നെഗറ്റീവ് പറയുന്നത്. അതുകൊണ്ട് മനസ്സിലാക്കാനായിട്ട് ഇച്ചിരിയെങ്കിലും ഒരു 5 പൈസയുടെ വിവരമെങ്കിലും ഉള്ളവരാണെങ്കിൽ കമൻറ്റ് ഇടുമ്പോഴത്തേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഇന്നലത്തെ വീഡിയോ ഞാൻ പറഞ്ഞാലേ, ഇപ്പോൾ രേണുവിന് അങ്ങനെ ഒരുപാട് സപ്പോർട്ടായിട്ട് ആരും വരുന്നില്ല. കാര്യം ഈ രേണുവിന് സപ്പോർട്ട് ചെയ്യാൻ വരുന്നവരും അവരുടെ കുടുംബത്തുള്ളവരെ തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളി കേൾക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാൻ തോന്നുന്നു കുറേയൊക്കെ ഇപ്പോൾ ആൾക്കാരൊക്കെ മടുത്തു. പിന്നെ കുറച്ച് പേർക്കൊക്കെ വിവരം വെച്ച് തുടങ്ങി. കാര്യം ഇതിൽ നെഗറ്റീവ് എന്നതാ പോസിറ്റീവ് എന്നത് മനസ്സിലാക്കാൻ തുടങ്ങി. ഇവർ തന്നെ കാണിച്ചു കൂട്ടുന്ന കോലങ്ങളാണ് ഇവരുടെ ലൈഫിനെ നെഗറ്റീവ് ആക്കുന്നതെന്നുള്ളതും മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കാം കുറച്ച് പേരെങ്കിലും തിരിഞ്ഞ് അവരവരുടെ പാട് നോക്കി പോകാൻ തുടങ്ങി. ഒത്തിരി പേര് വന്ന് കമൻറ്റ് ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവരെ പറ്റി ഇവരോട് ഭയങ്കര അഭിപ്രായമായിരുന്നു, ഇവരോട് സ്നേഹമായിരുന്നു, പക്ഷേ ഇവരുടെ സ്വഭാവം കൊണ്ട് ഇവരെ വെറുത്ത് തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് കമൻറ്റ് ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇത് വെറുപ്പിച്ച് അവസാനം ഉണ്ടല്ലോ, ഈ ഉയരം കൂടുന്തോറും വീഴ്ചയുടെ ആഴവും കൂടും. അഹങ്കരിച്ചങ്ങും നെറുകന്തല കയറി കഴിയുമ്പോൾ ഉണ്ടല്ലോ, അവിടുന്ന് ഒരു തെന്നൽ തെന്നിയാൽ മതി, താഴോട്ട് വന്ന് വീഴുന്നതിന് ഒരിച്ചിരി ആഴവും കൂടും ആ വീഴ്ചയ്ക്ക്. അതേ ഞാൻ പറയുന്ന കാര്യമല്ല, എല്ലാ മനുഷ്യരും പറയുന്നൊരു കാര്യമാണ് രേണുവിൻ്റെ ഈ രീതി കൊണ്ട്. എല്ലാ ആണും പെണ്ണും എല്ലാവരും ഇവർ പറയുന്നുണ്ട്. അമ്മാവന്മാരും അമ്മായിമാരും, ഈ അമ്മാവന്മാരും അമ്മായിമാരും മാത്രമല്ല ഈ കമൻറ്റ് ഇടുന്നത്, എല്ലാവരും ഇടുന്നുണ്ട് ഓരോ കാര്യങ്ങൾ പറയുന്നതിൻ്റെ. ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ രേണു ദീപകിൻ്റെ കാര്യത്തിന് ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞു. ഇപ്പോഴും ഈ അഹങ്കാരത്തിന് വല്ല കുറവുണ്ടോ? ഇപ്പോഴും ഈ പറയുന്ന ഓരോ കാര്യത്തിന് എന്തെങ്കിലും ഒരു മാറ്റമുണ്ടോ? പണ്ട് ഉള്ളവർ പറയും, താണ നിലത്തെ നീരൊടു അവിടെ ദൈവം തുണയേകൂ എന്ന് പറയുന്നുണ്ട്. ഒരു ഇച്ചിരി ഒന്ന് പൊടിക്കൊതുങ്ങി നിന്നാൽ രേണുവിൻ്റെ ലൈഫ് രേണുവിന് ഒരു ദൈവാനുഗ്രഹത്തോടുകൂടിയെങ്കിലും മുന്നോട്ട് പോകും. ഇതിപ്പോൾ അഹങ്കരിച്ച് ഭയങ്കരമായിട്ട് ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ സുധി മരിച്ചതിന് ശേഷം, ഞാൻ പറഞ്ഞില്ല, സുധി മരിച്ചതിന് ശേഷം ഒരു വിധവ അനുഭവിക്കേണ്ട ഒരു ബുദ്ധിമുട്ടുകളും ഈ രേണു അനുഭവിച്ചിട്ടില്ല. ആ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് അതൊന്ന് കയറി വന്ന് ഒന്ന് പച്ച പിടിച്ചത്. നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ നമ്പറുകൾ അറിയാവുന്നവരാണ്, അവരെ വിളിച്ച് പറയും. പബ്ലിക്ക് വന്നേച്ച് ഫിറോസിൻ്റെ കയ്യിലും ഉണ്ട് കുറച്ചൊക്കെ, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഈ ഫിറോസ് ഈ ഇടയ്ക്കിടയ്ക്ക് വന്നേച്ച് ഈ ഒക്കാനിക്കാൻ നിൽക്കുന്ന എന്നതിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങേർക്ക് പാട് നോക്കിയിരുന്നാൽ അങ്ങനെ ലൈഫിൽ അങ്ങനെ കയ്യിലിരിക്കും. കാര്യം രേണു എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും നോക്കാനായിട്ടില്ല.
മേഴും നോക്കാനോ കീഴും നോക്കാനില്ല. ഒന്നും മേലോട്ട് നോക്കിയാൽ ആകാശം, കീഴോട്ട് നോക്കിയാൽ ഭൂമി, അങ്ങനെ നടക്കുന്ന വ്യക്തികളാണ് ഇവരൊക്കെ. ഇവർക്കൊക്കെ ഒരു പ്രശ്നം, രേണു തന്നെ പറഞ്ഞിട്ടുണ്ട്, രേണുവിന് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരി ആരും നിയന്ത്രിക്കാൻ നോക്കിയാലും നിയന്ത്രിക്കാൻ പറ്റുന്നൊരു വ്യക്തിയല്ല. അതുകൊണ്ട് ഇങ്ങനെ വന്ന് ഇതിനകത്തോടെ കിടന്ന് ചുമ്മാ ഓരോന്നും പറയാതിരുന്ന ഇങ്ങനൊരു അഭിമാനമെങ്കിലും ഇങ്ങനെ കയ്യിലിരിക്കും. കാര്യം ബിഷപ്പിനെ പറഞ്ഞ് ആ മനുഷ്യൻ മാനസികമായിട്ട് ഒരുപാട് തകർന്നാണ്. ബിഷപ്പ് അത് പറഞ്ഞു ഇത് പറഞ്ഞെന്ന് പറഞ്ഞിട്ട് നമ്മൾ കേട്ടിരിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്, ഒരുപാട് പരിധിയുണ്ട്. നമ്മൾ എത്ര ക്ഷമിക്കുന്നവരാന്ന് പറയും. രേണു തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ ഒരുപാട് സഹിച്ചിരുന്നാണ് ഇപ്പം ഞാൻ തിരിച്ച് പ്രതികരിച്ചത് എന്ന് പറഞ്ഞിട്ടാണ് ബിഷപ്പ് പ്രതികരിച്ച് തുടങ്ങിയത്. പുള്ളി ചെയ്യുന്നതിന് മാത്രം വലിയ ആനക്കാര്യം, ബാക്കിയുള്ളവർ പറയുന്നതൊന്നും ഒന്നുമല്ല. ബാക്കിയുള്ളവർക്ക് മനസ്സില്ല, ലൈഫില്ല, ഒന്നുമില്ല. പുള്ളിക്ക് മാത്രമുള്ളതല്ല. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം.